അപ്പം സ്നാനം കൊടുക്കുന്നവനും വെള്ളത്തിലാണ്, സ്നാനം ഏൽക്കുന്നവനും വെള്ളത്തിലാണ്. ഇപ്പം ഇന്ന് പല സഭക്കാരും നടത്തുന്നത് പോലെ ഒരല്പം വെള്ളം ഒരാളുടെ തലയിൽ ഒഴിക്കേണ്ട കാര്യമുള്ളൂ എങ്കിൽ ഈ കുപ്പായം നനയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? കരയ്ക്ക് നിന്ന് ഒരു ലേശം വെള്ളം കോരിയങ്ങ് ഒഴിച്ചാൽ പോരായോ? മതിയല്ലോ. പക്ഷെ ഇവിടെ രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുന്നു? വെള്ളത്തിലിറങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ജലസ്നാനം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണ്. വെള്ളത്തിന് പുറത്ത് നിന്നിട്ട് ആ പണി നടക്കില്ല. ഇനി ഒരല്പം വെള്ളം തലയിൽ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ ജെറൂസലേമിൽ നിന്ന് എത്യോപ്യ വരെ യാത്ര ചെയ്യുന്ന കന്ദേക്കാരാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്ററായിരിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ രഥത്തിൽ വെള്ളം കരുതാതെ യാത്ര ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒത്തിരി കാലം മരുഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ മറ്റെന്തു മറന്നാലും വണ്ടിയിൽ വെള്ളം എടുത്തു വയ്ക്കാൻ മറക്കില്ല. നിശ്ചയമായിട്ടും ഈ തേരിനകത്തും കുടിക്കാനും അത്യാവശ്യ ആവശ്യങ്ങൾക്കുള്ള വെള്ളമുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ കൊടുക്കുന്നത് പോലെ, യാക്കോബായ സഭ കൊടുക്കുന്നത് പോലെ ഒരല്പം വെള്ളം ഒരു കൊച്ചിൻ്റെ മേൽ കൊടയേണ്ട കാര്യമുള്ളൂ എങ്കിൽ ഇതാ ഇച്ചിരി വെള്ളം എടുത്ത് ആ തേരിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യാതെ ഷണ്ണന് ഈ വെള്ളം കൊണ്ട് സ്നാനപ്പെടാമായിരുന്നു. അതിനൊത്തിരി വെള്ളമൊന്നും വേണ്ടല്ലോ. ഷണ്ണൻ കൊടുക്കുന്ന ഈ 1/4 ഗ്ലാസ് വെള്ളമെടുത്ത് കൈക്കുമ്പിളിൽ എടുത്തിട്ട് പീലിപ്പോസ് പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ അങ്ങനെ ഒരു വകുപ്പ് ഇവിടെ കാണുന്നില്ല. ഇനി അവർ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളതിന് പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ഒരു ഭാഗം കാണാം. 38-ാമത്തെ വാക്യം, 39-ാമത്തെ വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഇപ്പൊ പരിശുദ്ധാത്മാവ് അത് ഉറപ്പിക്കുകയാണ്. അവർ വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങാതെ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. അപ്പൊ സ്നാനമേൽക്കേണ്ടത് വെള്ളത്തിൽ മുങ്ങിയാണ്. ഇനി സ്നാപക യോഹന്നാനും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും സ്നാനം കൊടുത്തിരുന്ന സ്ഥലത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം, അവിടെ ജോർദാനിൽ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ജോർദാൻ നദിയിൽ തന്നെ ധാരാളം വെള്ളമുള്ള ഇടവുമുണ്ട്, അത്രത്തോളം വെള്ളം ഇല്ലാത്ത ഇടവുമുണ്ട്. ജനം തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ജോർദാൻ നദിയിൽ കുഴിച്ചു വെച്ച അത്തരം കുഴികളിൽ ഒന്നിലാണ് സ്നാപക യോഹന്നാൻ സ്നാനം കൊടുത്തിരുന്നത് എന്ന് ബൈബിളിലുണ്ട്. അപ്പം കയ്യിൽ ഒരു സ്വല്പം എടുത്ത് തളിക്കുക അല്ലെങ്കിൽ ഒഴിക്കുക എന്നത് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ എങ്കിൽ നിശ്ചയമായും കരയ്ക്ക് നിന്നുകൊണ്ട് തന്നെ കൈക്കുമ്പിളിൽ ഒരു ലേശം വെള്ളം കോരിയെടുത്തിട്ട് സ്നാനപ്പെടുത്താമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തതായി രേഖയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ സ്നാനം പരിശുദ്ധാത്മ സ്നാനത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ? കാരണം ജലം കൊണ്ടുള്ള സ്നാനമുണ്ട്, പരിശുദ്ധാത്മ സ്നാനമുണ്ട്, തീയാലുള്ള സ്നാനമുണ്ട്. ഇതിനെ നമ്മളൊന്ന് തുലനം ചെയ്യുകയാണെങ്കിൽ എന്താണ് ജലസ്നാനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എടുക്കുക. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എടുത്താൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒരാളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. കേസറിയായിൽ കൊർണേലിയൂസ് എന്നൊരുവനുണ്ടായിരുന്നു. അവൻ ഇത്താലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈനിക വിഭാഗത്തിൻ്റെ ഒരു ശതാധിപനായിരുന്നു. എന്ന് വെച്ചാൽ 100 പട്ടാളക്കാരുടെ മേൽ അധിപനായിരിക്കുന്ന ഒരു വ്യക്തി, അതാണ് ശതാധിപൻ. ഈ ശതാധിപൻ നിശ്ചയമായും ഒരു റോമക്കാരനായിരുന്നിരിക്കണം. കാരണം ഒരു റോമൻ സൈന്യത്തിൽ അധിപതിയായിരിക്കുക, 100 പേർക്ക് മേലധികാരിയായിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് മറ്റൊരുത്തൻ ഒരു കാരണവശാലും എടുക്കപ്പെടുകയില്ല. തന്നെയല്ല, ഈ സൈന്യ വിഭാഗത്തിൻ്റെ പേര് ഇത്താലിക്കെ എന്ന് വിളിക്കപ്പെടുന്ന എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട്
പട്ടാള വിഭാഗങ്ങളുണ്ട്. അത് ഓരോരോ പ്രദേശത്തിൻ്റെ അഭിമാനമാണ്. മദ്രാസ് റെജിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ റെജിമെൻറ്റിലുള്ളത് നിശ്ചയമായും ഒരു സൗത്ത് ഇന്ത്യക്കാരനായിരിക്കും. മറ്റ് റെജിമെൻറ്റുകളോട് തുലനം ചെയ്യുമ്പോൾ അവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ മദ്രാസ് റെജിമെൻറ്റിലുള്ളവർ പരിശ്രമിക്കും. ഇനി ഗൂർഖ റെജിമെൻ്റ് എന്ന് പറയുന്ന ഒരു റെജിമെൻ്റ് ഉണ്ട്. ആ റെജിമെൻറ്റിലുള്ളവർ നിശ്ചയമായും ഗൂർഖകളായിരിക്കും. പക്ഷേ മദ്രാസ് റെജിമെൻറ്റിനേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായിരിക്കും ഗൂർഖ റെജിമെൻ്റ് മത്സരിക്കുക. കാരണം ഓരോ പട്ടാള വിഭാഗത്തിനും അതിൻ്റെ പേരുമുണ്ട്, അവരുടെ സ്വന്തം കൊടിയുണ്ട്, അവരുടെ സ്വന്തം യൂണിഫോമുണ്ട്, അവർക്കതിന് പ്രത്യേക പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൈന്യ വിഭാഗത്തിൻ്റെ ശതാധിപനാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവന് ചില ക്വാളിറ്റികൾ പറഞ്ഞിരിക്കുക. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയും ഉള്ളവരായിരുന്നു. സാധാരണ റോമക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ചേരുന്നൊരു പരിപാടിയല്ല. റോമക്കാർ എന്ന് പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന കൂട്ടമാണ്. ഈ കൂട്ടം വലിയ ദൈവഭയമുള്ളവരൊന്നുമല്ല. ഇവരാരും അമിതമായ ഭക്തിയുള്ളവരൊന്നുമല്ല. ജീവിതം എങ്ങനെയൊക്കെ ആസ്വദിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇനി അതിൻ്റെ താഴെ പറയുന്ന കാര്യം, അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു എന്ന. എനിക്ക് ഗൾഫിലായിരിക്കുമ്പോൾ ഒരു ബോസ് ഉണ്ടായിരുന്നു. ജിയോവാനി കണ്ടലുപ്പോ എന്നാണ് പുള്ളിയുടെ പേര്. ഒരാളെ വെച്ചുകൊണ്ട് നമുക്കൊരു രാഷ്ട്രത്തെ വിലയിരുത്താൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ മേലധികാരിയും ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരനുമായിരുന്നു. ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറയും, വണ്ടി ഒന്ന് നിർത്തണമെങ്കിൽ നമുക്കൊരു കൊള കുടിക്കാം. വണ്ടി നിർത്തും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിനോട് ചോദിക്കും, ഹു ഈസ് ഗോയിങ് ടു പേ? കാശാരാ കൊടുക്കാൻ പോണേന്ന്. അപ്പം എൻ്റെ ബോസാണെങ്കിൽ ആരാ കാശ് കൊടുക്കേണ്ടത്? ആരാ കാശ് കൊടുക്കേണ്ടത്? നമ്മൾ മലയാളികൾ അങ്ങനെയൊക്കെയാ. നമ്മൾ മലയാളികൾ കയ്യിൽ നിന്ന് കാശ് ആദ്യം എടുത്ത് കൊടുക്കാനാണ് മത്സരിക്കുക. ഞാൻ ആദ്യം. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് എങ്ങനെയല്ല സ്ഥിതി. മനസ്സിലായോ? എൻ്റെ ബോസ് എന്നോട് ചോദിക്കുക, ഹു ഈസ് ഗോയിങ് ടു പേ? ഞാൻ കൊടുത്തേക്കാം, അവിടെ നീ ഒന്ന് വണ്ടി നിർത്ത്. മനസ്സിലായോ? അവൻ ഇറ്റലിക്കാരനാ, അവൻ്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് അതാ. പക്ഷെ ഇവനും ഇറ്റലിക്കാരൻ തന്നെയാണ്. പക്ഷെ ഇവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വ്യത്യാസമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഇവൻ ആളുകൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവനാ. അപ്പം ഈ കൊർണേലിയൂസിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് നോക്കിയാൽ പല കാര്യങ്ങളിലും നമ്മൾ ഇവൻ്റെ ഏഴയലത്തെത്തില്ലെന്ന് കാണാം. അവൻ ദൈവഭക്തനായിരുന്നു എന്നല്ല എഴുതി വെച്ചിരിക്കുന്ന, അവനും കുടുംബവും ദൈവഭയവും ദൈവഭക്തിയുള്ളവരായിരുന്നു. തീർന്നില്ല, അവൻ ഉദാരമായി സഹായങ്ങൾ ചെയ്യുന്നവനായിരുന്നു. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു പോന്നു. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ, എന്താണ് ഈ 9-ാം മണിക്കൂർ? 9-ാം മണിക്കൂർ എന്ന് ബൈബിൾ പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണി എന്നർത്ഥം. കാലത്ത് 6 മണി തൊട്ടാണ് അവരുടെ പകൽ ആരംഭിക്കുന്നത്. അറബികൾ സമയം പറയുന്നു, അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ ഒരു അറബിയോട് സമയം എത്രയെന്ന് ചോദിച്ചാൽ അവൻ പറയും 6 മണിയായിന്ന് പറയും. നമുക്കിവിടെ 12 മണിയാണ്. യഹൂദന്മാരും അറബികളും ഒരേപോലെയാണ് ഈ സമയം നോക്കുന്ന കാര്യത്തിൽ. അപ്പം ഈ മനുഷ്യൻ 9-ാം മണിക്കൂറിൽ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു റോമക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ നാട്ടിൽ ഇന്നും ഫിയസ്റ്റ സിയസ്റ്റ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയുള്ള ആ സമയത്ത് ഒരു മനുഷ്യനും ഒരു ഗസ്റ്റിനെയും എൻ്റർടൈൻ ചെയ്യില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും മറ്റൊരാളുടെ വീട്ടിൽ ആ സമയത്ത് പോവുകയില്ല. ആ സമയം അവരവരുടെ വ്യക്തിപരമായ എൻജോയ്മെൻറ്റിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ മാന്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇവൻ്റെ ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത്, ഇവൻ്റെ പ്രാർത്ഥനാ ചൈതന്യം എന്ന് പറയുന്നത് സിംപ്ലി എക്സെപ്ഷണലി സ്പെഷ്യൽ.
മനസ്സിലായോ? ഒരു ദൈവദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കൊർന്നേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഭയവിഹ്വലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭു ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ നീ ചെയ്ത നല്ല പ്രവൃത്തികൾ, നിനക്കുള്ള ദൈവഭയമുള്ളൊരു മനസ്സ്, ഇതെല്ലാം ദൈവം കണ്ടിരിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇതൊന്നും പോരാ. രക്ഷ പ്രാപിക്കണമെങ്കിൽ നിന്റെ ദാനധർമ്മം കൊണ്ട് പറ്റില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവഭയം കൊണ്ട് പറ്റില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ കുടുംബത്തെ നന്നായി നോക്കിയതുകൊണ്ട് പറ്റില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ 100 അല്ല 1 കോടി ജനത്തിൻ്റെ മേൽ അധികാരിയായിരുന്നാലും പറ്റില്ല. അതിന് നീ യോപ്പയിലേക്ക് ആളയച്ച് ശീമോൻ പത്രോസിനെ വിളിപ്പിക്കണം. അവൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അവൻ നിന്നോട് രക്ഷയ്ക്കുള്ള മാർഗം പറഞ്ഞു തരും. ഇത് കേട്ട മാത്രയിൽ കൊർന്നേലിയൂസ് ഒരു ദൂതനെ 2 പട്ടാളക്കാരോടടക്കം ദൂതൻ പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചു. അവിടെ ചെന്ന് പത്രോസിനെ വിളിച്ചു കൊണ്ടുവന്നു. സ്വാഭാവികമായും പത്രോസ് തനിക്ക് അന്നു വരെയുള്ള വിശ്വാസം അനുസരിച്ച് യഹൂദ വർഗം അല്ലാതെ മറ്റാരും രക്ഷയ്ക്ക് അർഹരല്ല. ആ ബോധ്യത്തിലാണ് പത്രോസ് ജീവിക്കുന്നത്. എന്നാൽ അവന് ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ദൈവം അവനും കൊടുത്തു ഒരു ദർശനം. അതിൻ്റെ ഫലമായി പത്രോസ് ഈ ദൂതൻ്റെ കൂടെ കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ വന്നു. കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ വന്നിട്ട് പത്രോസ് പറഞ്ഞ വാക്യം 28-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതിപ്പോൾ കിട്ടിയ അറിവാ. അങ്ങനെ പത്രോസ് ഈ കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ ചെന്നു. കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസ് ചോദിച്ചു, എന്താ എന്നെ വിളിപ്പിച്ചേ? അപ്പോൾ കൊർന്നേലിയൂസ് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സ്വർഗീയ ദർശനം ഉണ്ടായി. ഈ ദർശനം അനുസരിച്ച് നിന്നെ വിളിപ്പിക്കണമെന്നും നിനക്ക് ഞങ്ങളോട് കാര്യമായ എന്തോ പറയാനുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളോട് പറയാനുള്ളത് എന്താണെങ്കിൽ ഞങ്ങളോട് പറയുക. അങ്ങനെ പത്രോസ് സംസാരിച്ചു തുടങ്ങി. 34-ാമത്തെ വാക്യം പറയുന്നത് പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. അത് പത്രോസിൻ്റെ കുമ്പസാരമാണ്. കാരണം പത്രോസ് അല്പം മുമ്പ് വരെ എന്താ വിശ്വസിച്ചിരുന്നത്? രക്ഷ എന്ന് പറയുന്നത് യഹൂദന് മാത്രമുള്ളതാണ്. ഇപ്പം ആ വിശ്വാസത്തിൽ നിന്ന് പത്രോസ് വ്യതിചലിച്ചു. ഇപ്പോൾ പത്രോസ് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തു. എന്നിട്ട് അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനെ അറിയിച്ചു. നോക്കുക, ഈ കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. 43-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവൻ തന്നെ പ്രസംഗം അവസാനിപ്പിച്ചു. 44-ാമത്തെ വാക്യം കാണുന്നത്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിന് അടയാളമായി അവരെല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒക്കെ പുറപ്പെട്ടു. ഇത് കണ്ടതോടുകൂടെ പത്രോസിൻ്റെ കൂടെ വന്നിരുന്ന യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. എന്താ അവർ വിസ്മയിച്ചത്? അവരുടെ ബോധ്യത്തിൽ
പരിച്ഛേദനം കഴിഞ്ഞവർക്ക് മാത്രമാണ് രക്ഷ ഉള്ളത്, അല്ലാത്തവർക്ക് രക്ഷയില്ല. എന്നാൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഇപ്പോൾ ഈ അപരിച്ഛേദിതരായ വിജാതീയർക്കും ഇത് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് അവർ വാസ്തവമായും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു വാക്യം ഞാൻ വായിക്കാം. 47-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. അതിനർത്ഥം പരിശുദ്ധാത്മാവിനെ നേടിയ ഒരു വ്യക്തിക്ക് പോലും ജലസ്നാനം ഒഴിവാക്കാനാവില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്രിസ്തു യേശുവിലൂടെ ദൈവം നിവർത്തിയാക്കിയ പൂർത്തീകരിച്ച രക്ഷാപ്രവൃത്തി എനിക്ക് അവകാശമായിരിക്കുന്നുവെങ്കിലും സ്നാനത്തിൽ മാത്രമാണ് ഞാനത് ഏറ്റെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ അനുസരണമാണ് ജലസ്നാനം. അതുകൊണ്ട് ജലസ്നാനം ഒഴിവാക്കിക്കൊണ്ട് നിത്യതയിൽ പ്രവേശിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അതൊരു അബദ്ധധാരണയായിരുന്നു എന്ന് അന്ന് മനസ്സിലാവും. പക്ഷെ അന്ന് മനസ്സിലായതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് അത് മനസ്സിലാക്കിയിട്ട് അയ്യോ കർത്താവേ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് വിടണേ, ഞങ്ങൾ പോയിട്ട് സ്നാനപ്പെട്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ലെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജലസ്നാനം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. നോക്കണം, മലയാളികളായ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കും. സാധാരണക്കാരൊക്കെ 2 പ്രാവശ്യം കുളിക്കും. അങ്ങനെയുള്ള കേരളക്കാർക്ക് ഒരുന്ന് സ്നാനപ്പെടുക എന്ന് പറയുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. എന്നിട്ടും ഈ ജലസ്നാനത്തോട് ഈ സമുദായ സഭകൾ കാണിക്കുന്ന എതിർപ്പ് തന്നെ സ്നാനം എന്തോ വലിയ കാര്യമാണെന്ന് തെളിയിച്ചു തരുന്നില്ലേ? ഇല്ലേ? നിശ്ചയമായും ഞാൻ പോലും ഇതിനെ റെസിസ്റ്റ് ചെയ്ത ആളാണ്. പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് ഹൃദയത്തിൽ ബോധ്യം തന്നിട്ടും ഇതില്ലാതെ തന്നെ ക്രിസ്ത്യാനിയായി ജീവിച്ച് മുന്നേറാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് മാസങ്ങൾ സ്നാനപ്പെടാതിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വ്യക്തമാക്കി തന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നത് കൊണ്ടൊന്നും ജലസ്നാനം ഒഴിവാക്കാൻ പറ്റില്ല. ജലസ്നാനം എന്ന് പറയുന്നത് നീതീകരണത്തിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ കൊടുത്തുകൊണ്ടിരുന്ന സ്നാനത്തെക്കുറിച്ച് ആത്മസ്നാനമെന്ന് ആരും പറയില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ മനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എനിക്ക് പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. അപ്പോൾ സ്നാപക യോഹന്നാൻ ഒരിക്കലും ആത്മസ്നാനം കൊടുത്തിരുന്നില്ല. അവൻ കൊടുത്തിരുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്. അപ്പം യേശുക്രിസ്തുവിന് മാനസാന്തര ആവശ്യമുണ്ടോ? യേശുക്രിസ്തു ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ നിന്ന് സ്നാനമേൽക്കേണ്ട ഗതികേട് യേശുക്രിസ്തുവിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് താൻ സ്നാനമേൽക്കാൻ സ്നാപകൻ്റെ അടുത്തിൽ വന്നപ്പോൾ സ്നാപകൻ അവനെ തടഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. ഇപ്പം യോഹന്നാൻ അറിയാം, എൻ്റെ അടുക്കൽ സ്നാനമേൽക്കാൻ വന്നിരിക്കുന്ന ഇവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, ഇവൻ പാപമില്ലാത്തവനാണ്,
ഇവന് ഏൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സ്നാപകൻ അവനെ തടയുന്നത്. എന്നാൽ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതം. അപ്പം ഇത് സ്നാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയോടാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇത് കേട്ട് യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു. സാധാരണക്കാരായ ജനങ്ങൾ സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം കേട്ടു. സ്നാപക യോഹന്നാൻ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളേറ്റു പറഞ്ഞ് സ്നാനപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ പ്രസംഗം കേട്ടപ്പോൾ പാപം ഉള്ളിലുള്ള ജനം ആ പാപമൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റിട്ട് അവർ ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞു, ഓ, ഈ ദൈവം എത്ര നല്ലവൻ, ഞങ്ങളുടെ പാപം ക്ഷമിക്കാൻ മാത്രം ഞങ്ങളോട് കരുണ കാണിച്ചവൻ എന്നും പറഞ്ഞ് അവർ ദൈവത്തെ വാഴ്ത്തി. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, ഫരീസേയരും നിയമജ്ഞരും ആകട്ടെ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം നിരസിച്ചു കളഞ്ഞു. അപ്പം ദൈവം അവരുടെ പാപം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അവർക്ക് പാപമോചനം കൊടുത്ത് അവരെ ദൈവമക്കളായി സ്വീകരിക്കാൻ ദൈവം തയ്യാറായിരുന്നു. പക്ഷെ അവർ സ്വീകരിച്ചോ? ഇല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവം തൻ്റെ പുത്രനിലൂടെ സാധിച്ചു കഴിഞ്ഞ രക്ഷാകര പ്രവൃത്തി സ്നാനത്തിൽ മാത്രമേ എനിക്ക് അവകാശമായിട്ട് വരുന്നുള്ളൂ. ഞാൻ അപ്പോഴേ അത് പ്രാപിക്കുന്നുള്ളൂ. ഇപ്പം ഞാനൊരു സാധനം നിങ്ങൾക്ക് വെച്ച് നീട്ടി എന്നതുകൊണ്ട് അത് നിങ്ങളുടേതാകുന്നില്ല. എപ്പോഴത് നിങ്ങളുടേതാകുക? നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കണം, അപ്പം അത് നിങ്ങളുടെയാവും. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഇത് തരാൻ തയ്യാറായിരുന്നു എന്നതുകൊണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പം യേശു ക്രിസ്തു തൻ്റെ കാൽവരി ക്രൂശിലൂടെ മനുഷ്യവർഗത്തിനു വേണ്ടി സാധിച്ചു കഴിഞ്ഞ രക്ഷ സ്നാനപ്പെടുമ്പോഴാണ് എനിക്ക് അവകാശമായിട്ട് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇത് ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമാണ്. എന്താ കാരണം എന്നറിയാമോ? അവർ ധരിച്ചു വച്ചിരിക്കുന്നത് പാപമോചനം ഒരു പ്രവൃത്തിയുടെ ഫലമല്ലെന്ന്. അത് സത്യമാണ്. പാപമോചനം മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഫലമാണോ? അല്ല. പാപമോചനം ലഭിക്കാനുള്ള ഏകമാർഗം വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ അനുസരണമാണ് സ്നാനം. അതിനെ വേറൊരു പ്രവൃത്തിയായിട്ട് കാണരുത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് എങ്ങനെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിന് യാഗപീഠത്തിൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ. അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് ക്രിസ്തുവിൻ്റെ സഭകളിൽ യാക്കോബിൻ്റെ ലേഖനം പഠിപ്പിക്കാത്ത സഭകളുണ്ട്, ഹെബ്രായ ലേഖനം പഠിപ്പിക്കാത്ത സഭകളുണ്ട്, യൂദായുടെ ലേഖനം പഠിപ്പിക്കാത്ത സഭകളുണ്ട്, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാത്ത സഭകളുണ്ട്. അതൊക്കെ സഭയാണെന്ന് അവർക്ക് പറയാം, പക്ഷെ കർത്താവിൻ്റെ പദ്ധതിക്കൊക്കെ അവർ വെളിയില്ല. അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അബ്രഹാം അത് തൻ്റെ പ്രവൃത്തിയിൽ കാണിക്കണമായിരുന്നു. അവനത് കാണിച്ചു. അവൻ്റെ വിശ്വാസം ദൈവം അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസം പ്രവൃത്തിയില്ലെങ്കിൽ അത് അതിൽ തന്നെ നിർജീവമാണ്, ചത്തതാണ്. ആ വിശ്വാസം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു, എൻ്റെ സഹോദരരെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതെൻ്റെ പ്രവൃത്തി കൊണ്ട്
തെളിയിക്കപ്പെടണം. അബ്രഹാമിനോടും ദൈവം പറഞ്ഞു, നീ നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് ബലിയായി തരണം, ബലിയായി തരണം. അബ്രഹാമിന് ദൈവത്തിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാം എന്ത് വിശ്വസിച്ചെന്നറിയാമോ? ഈ മകന് ഞാൻ യഹോവയ്ക്ക് യാഗമായി അർപ്പിച്ചു എന്ന് വയ്ക്കുക, അതിൻ്റെ ചാരത്തിൽ നിന്ന് അവനെ വീണ്ടും ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. അങ്ങനെ വിശ്വാസം അവനുണ്ടായിരുന്നു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടി എന്നാ പറയുന്നത്. വാസ്തവത്തിൽ അവൻ നഷ്ടപ്പെട്ടിരുന്നോ? നഷ്ടപ്പെട്ടിരുന്നു പ്രിയപ്പെട്ടവരെ. അവനെ യാഗം കഴിക്കാൻ വേണ്ടി അബ്രഹാം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ അബ്രഹാമിനാരും നഷ്ടപ്പെട്ടു, ഈസാക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവൻ്റെ വിശ്വാസം മൂലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടിയെന്ന്. അവൻ നഷ്ടപ്പെട്ടില്ലെന്നല്ല എഴുതിയിരിക്കുന്നത്, തിരിച്ചു കിട്ടിയെന്ന്. തിരിച്ചു കിട്ടിയെന്നതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് അവന് നഷ്ടപ്പെട്ടത്? ഇസഹാക്കിനെ യാഗം കഴിക്കാൻ യഹോവ ആവശ്യപ്പെട്ടപ്പോൾ, ആമേൻ, ഞാനത് ചെയ്യാം എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ തന്നെ he was gone. He's gone. അവൻ തൻ്റെ മകനെ യാഗം കഴിക്കാൻ സകല തയ്യാറെടുപ്പുകളോടും കൂടെ മോറിയ മലയിൽ ചെന്നു. ഒരു ക്ഷണനേരത്തേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? അവനെ കൊല്ലുമായിരുന്നു. യഹോവയ്ക്ക് യാഗമായി അർപ്പിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവെഴുത്ത് പറയുന്നത്, അവൻ്റെ വിശ്വാസം അവൻ ദൈവത്തിനെ തെളിയിച്ചു. എന്നതുപോലെ നിങ്ങളും ഞാനും നമുക്ക് ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ ഞാൻ സമ്പൂർണമായി വിശ്വസിക്കുന്നു എന്ന് സ്നാനത്തിലൂടെ തെളിയിക്കണം. അപ്പോൾ മാത്രമേ ആ പാപക്ഷമ നമുക്ക് അവകാശമായി കിട്ടുന്നുള്ളൂ. മനുഷ്യർക്ക് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷെ ദൈവം തൻ്റെ ഉപദേശത്തിൽ നിന്ന് ഒരു ഖഡ്ഗമണിക്ക് ഇടം വലം തിരിയാനായിട്ട് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയപരിധിക്കുള്ളിൽ തികയുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊരു വലിയ വിഷയം തൊടാതെ വിടുകയാണ്. അതായത്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്രായേൽക്കാരുടെ ഇടയിൽ സ്നാനം ഉണ്ടായിരുന്നത്രേ. പക്ഷെ ഇസ്രായേൽക്കാരുടെ ഇടയിൽ സ്നാനം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ 39 പഴയ നിയമ പുസ്തകങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അതിലൊരിടത്തും നാം സ്നാനം കാണുന്നില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പഴയ നിയമത്തിൽ സ്നാനം? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സ്നാപക യോഹന്നാൻ സ്നാനം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? വായിച്ചോ? അപ്പൊ സ്നാനം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ സംഗതി ആയിരുന്നുവെങ്കിൽ പലരും നൽകുന്ന സ്നാനത്തിൻ്റെ കൂട്ടത്തിൽ സ്നാപക യോഹന്നാന്റെ സ്നാനം പെടുമായിരുന്നു. പക്ഷെ അവർക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു അറിവ് കിട്ടിയിരുന്നു, ക്രിസ്തു വരുമ്പോൾ അവൻ സ്നാനപ്പെടുത്തും, ക്രിസ്തു വരുമ്പോൾ അവൻ സ്നാനപ്പെടുത്തും. അങ്ങനെ ഒരു വിശ്വാസം അവർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അവർ സ്നാപക യോഹന്നാനോട് ഈ ചോദ്യം ചോദിക്കില്ല. നീ ക്രിസ്തു ആണോ? അല്ല. പിന്നെ എന്തിനാ സ്നാനം കഴിപ്പിക്കുന്നത്? അപ്പം ക്രിസ്തു വരുമ്പോൾ സ്നാനം കഴിപ്പിക്കും എന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു. സാധാരണ ജനമല്ല ഇത് ചോദിച്ചത്. ഇത് ആരാ ചോദിച്ചെന്നറിയാമോ?
19 വാക്യം വായിച്ചാൽ കാണാം, നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചവർ സാധാരണ ജനാണോ? അല്ല, പുരോഹിതന്മാരും ലേവ്യരുമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെട്ട അധികാരവർഗമാണ് സ്നാപയോഹന്നാൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ തൊടുത്തുവിടുന്നത്. അതിലൊരു ചോദ്യമാണ്, നീ ക്രിസ്തുവാണോ? അല്ല. നീ ഏലിയാണോ? അല്ല. നീ പ്രവാചകനാണോ? അല്ല. പിന്നെ നീ എന്താ സ്നാനം കഴിപ്പിക്കുന്നത്? ആ ചോദ്യം അവർ ചോദിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നിട്ടും ക്രിസ്തു വരുമ്പോൾ സ്നാനം കഴിപ്പിക്കും എന്നൊരു വാക്യം ബൈബിളിൽ എവിടെയോ ഉണ്ട്. ഞാൻ മലയാളം ബൈബിള് അരിച്ച് പെറുക്കി പരിശോധിച്ച് നോക്കി, അങ്ങനൊരു വാക്യം എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ തമിഴ് ബൈബിളിൽ അങ്ങനൊരു വാക്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ചിലപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലും അതുണ്ടെന്ന് വരും. ഗ്ലോറി ജീസസ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52 അധ്യായം അതിൻ്റെ 13, 14, 15 ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 52 അധ്യായം അതിൻ്റെ 13, 14, 15 വചനങ്ങൾ. എൻ്റെ ദാസനു ശ്രേയസ്സുണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതിലൊന്നും യേശു ക്രിസ്തു ആരെയും സ്നാനപ്പെടുത്തുമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ഈ വാക്യം, പ്രത്യേകിച്ച് അതിൻ്റെ 14 വാക്യം മറ്റു ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നതും കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ 13 വാക്യത്തിൽ നിന്ന് ആ പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അത് കർത്താവിൻ്റെ ദാസനെ കുറിച്ച് യെശയ്യാ നടത്തുന്ന 4 പ്രവചന. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാകും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. ഇനി അതിൻ്റെ 14 വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവനെ കണ്ടവർ അമ്പരന്നുപോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അടുത്ത കഷ്ണമാണ് ശ്രദ്ധിക്കേണ്ടത്, അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, സോ ഷാൽ ഹി സ്പ്രിങ്കിൾ മെനി നേഷൻസ്. മനസ്സിലായോ? യഹൂദൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് തളിക്കില. യഹൂദൻ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാ? ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാ? ഈസോപ്പ് ചെടിയുടെ തണ്ട് അറുക്കപ്പെട്ട യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ വെള്ളം കലർത്തി അതിൽ മുക്കി തളിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ യേശു ക്രിസ്തു വരുമ്പോൾ അനേകരെ അവൻ ശുദ്ധീകരിക്കും എന്നൊരു പ്രവചനം ബൈബിളിലുണ്ട്. അത് ഈ പരീശന്മാർക്ക്, ലേവ്യ പുത്രന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഇവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, ഈ ഏലിയാണോ? അല്ല. പ്രവാചകനാണോ? അല്ല. ക്രിസ്തുവാണോ? അല്ല. പിന്നെ നീ എന്താ ഈ കാണിക്കുന്നേ? അവൻ അനേകം ജാതികളെ തളിപ്പാർ എന്നാണ് തമിഴ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു വരുമ്പോൾ അനേകരെ ശുദ്ധീകരിക്കും എന്ന് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ സ്നാനപ്പെടുത്താൻ ഒരാൾ വന്നപ്പോൾ, അത് ആദ്യം വന്നതാരാ? സ്നാപക യോഹന്നാൻ. അതുകൊണ്ടാണ് ചോദിച്ചത്, ആർ യു ജീസസ്? ആർ യു ദ മെസായ? ആർ യു ദ ക്രൈസ്റ്റ്? അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് സ്നാനം. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടിരിക്കണം. കാരണം ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അവനോട് ചേരുമ്പോൾ മാത്രമാണ് ഞാൻ പാപമോചിതനാകുന്നത്. അല്ലാതെ പാപമോചിതനായതിന് ശേഷം
സ്നാനപ്പെടുകയല്ല. എൻ്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് സ്നാനത്തിൽ മാത്രമാണ്. ഇത് പറയുമ്പോൾ പല സഭകളും എന്നെ വിളിക്കും ഞാനൊരു ദുരുപദേശക്കാരനാണെന്ന്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. പക്ഷെ വാട്ട് ഐ സേ ഈസ് ദ ട്രൂത്ത്. അത് നിങ്ങൾ എന്തെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നാനം എന്ന് പറയുന്നത് വളരെ ലഘുവായൊരു കാര്യമാണ്. വളരെ ലഘുവായൊരു കാര്യമാണ്. വെള്ളത്തിൽ ഒന്ന് മുങ്ങുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലൊന്ന് മുങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ? അല്ല, അത് വളരെ മഹത്തായൊരു കാര്യമാണ്. പാപച്ചേറ്റിലായിരുന്ന നമ്മെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ആദ്യ പടിയാണ് സ്നാനം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് കൊളോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൊളോസിയർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം, കൊളോസിയർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ വളരെ വിശദമായ ഒരു മുഖവുര പൗലോസ് തരിക. പൗലോസ് അപ്പോസ്തലനാകട്ടെ ക്രിസ്തുയേശു ആകട്ടെ ഒരു ഉപദേശം പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു മുഖവുര തരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി കെയർഫുൾ. വളരെ സൂക്ഷിക്കണം. കാരണം പൗലോസ് അപ്പോസ്തലൻ്റെ രചനയുടെ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഈസ് കട്ട് ആൻഡ് ഡ്രൈ. പക്ഷെ ഈ ഉപദേശം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് സാമാന്യം വലിയ ഒരു മുഖവുര തരികയാണ്. 8-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനു മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പരിശ്രമിക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നവും. കാരണം കിട്ടിയ എന്തുകൊണ്ടും മനുഷ്യൻ തൃപ്തനല്ല. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ എഴുതി വെച്ചൊരു വാക്യമുണ്ട്. ദൈവം മനുഷ്യനെ വളരെ ലളിത മാനസനായിട്ടാണ് സൃഷ്ടിച്ചത്, എന്നാൽ അവൻ്റെ ജീവിതം സങ്കീർണമാക്കിയെന്ന്. വായിച്ചിട്ടുണ്ടോ? സഭാപ്രസംഗിയുടെ പുസ്തകം ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാ. സഭാപ്രസംഗി 7:29 കിട്ടിയവർക്ക് വായിക്കാം. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ സങ്കീർണ പ്രശ്നം എന്ന് പറയുന്നത് ആരുടെ സൃഷ്ടിയാ? അവന്റെ തന്നെ. അത് മനുഷ്യന്റെ തന്നെ സൃഷ്ടിയാ. സത്യവേദ പുസ്തകമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വായിച്ചാട്ടെ ആ വാക്യം. സത്യവേദ പുസ്തകമുള്ള ആരെങ്കിലും ഒരാളൊന്ന് ഉറക്കി വായിച്ച്. അല്ലല്ല, 29-ാമത്തെ വാക്യം. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ എങ്ങനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു. അത് വാസ്തവത്തിൽ സത്യവേദ പുസ്തകമല്ല. സത്യവേദ പുസ്തകത്തിൽ കാണുക അവൻ അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്ന. മനസ്സിലായോ? അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തി, സൂത്ര വഴി അന്വേഷിക്കുക. ഇത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ സ്നാനത്തിൻ്റെ കാര്യത്തിൽ അതേപടി എന്നർത്ഥമാണ്. ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ഒന്ന് വെള്ളത്തിലിറങ്ങി മുങ്ങുക എന്നുള്ളത്. നമ്മളിപ്പോൾ വെള്ളം കാണാത്ത ആളുകളൊന്നുമല്ല. ഇത്രയും നിസ്സാരമായ ഒരു കാര്യം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അരുളപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 8 ദിവസം പ്രായമുള്ളപ്പോൾ ഏറ്റതാ, അത് മതി. ഇവിടെ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി, സിമ്പിൾ മൈൻഡഡായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയാണ് ദൈവത്തിനോട് ചേരാൻ മനുഷ്യന് തടസ്സമായി നിൽക്കുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അകത്തേക്ക് കടന്നു വരാൻ
തടസ്സമായി നിൽക്കുന്നത് ദൈവമല്ല, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അപ്പം ഈ മനുഷ്യൻ്റെ ബുദ്ധിയെ മനുഷ്യൻ നിയന്ത്രിച്ച് അത് വെടക്ക് സാധനമാണെന്ന് കരുതി തള്ളിവിട്ടില്ലെങ്കിൽ അവൻ പല ഇസങ്ങൾക്കും പല തത്വചിന്തകൾക്കും അടിമപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദൂത് കൊളോസോസിലെ സഭയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് പറയുകയാണ്, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തു യേശുവിനെ നോക്കിയാൽ ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ കാണാം. ഇനി അവനിൽ ഇല്ലാത്തതൊന്നും യഹോവയിൽ ഇല്ല. ഹീ ഈസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ഇനി താഴെ പറയാണ്, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിക്കുന്നത്. നമുക്ക് പൂർണ്ണത പ്രാപിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. യേശു ക്രിസ്തുവിനെ നോക്കുക, അവൻ്റെ ജീവിതത്തെ നോക്കുക. അവനെങ്ങനെ ചിന്തിച്ചു, അവനെങ്ങനെ സംസാരിച്ചു, സാഹചര്യങ്ങളിൽ അവൻ എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് നിന്ന് പാപത്തോട് പോരാടി ജയിച്ചു. ഇത് നോക്കി നടന്ന് നാം ദൈവത്തിൻ്റെ പൂർണ്ണതയിലെത്തും. വേറെ ഒരു മാർഗവുമില്ല. എന്നിട്ട് പറയാണ്, അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. നമ്മളാരെങ്കിലും പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ? നമ്മൾ പരിച്ഛേദന ഏറ്റിട്ടില്ലെന്ന് മാത്രമല്ല, പരിച്ഛേദന ഏൽക്കുക അരുത്. കാരണം നാം കൈകളാൽ നടത്തപ്പെടുന്ന പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിൽ നിന്ന് വെട്ടിമാറ്റപ്പെടും. ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്കൊരു മെഡിക്കൽ റീസൺ ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. വിശ്വാസപരമായി ഒരു ക്രിസ്ത്യാനി ഒരിക്കലും പരിച്ഛേദനം ചെയ്യരുത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ചെയ്യേണ്ടി വന്നേക്കാം, അത് വേറെ കാര്യം. എന്നിട്ട് പറയാണ്, കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനം അല്ല, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. എന്നിട്ട് ഈ പരിച്ഛേദന എങ്ങനെയാണ് കിട്ടുക എന്ന് പറയണ്, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്നാനത്തെയാണ് പൗലോസ് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള മാർഗമായി കാണിച്ചു തരുന്നത്. മനസ്സിലായോ? ക്രിസ്തു യേശുവിനുണ്ടായിരുന്ന പരിച്ഛേദനം ഞാൻ കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദന ഏറ്റിട്ടില്ല, ഏൽക്കുകയും വേണ്ട. പക്ഷേ ഞാൻ സ്നാനം ഏറ്റത് വഴി പരിച്ഛേദനം ഏറ്റവനായ ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിച്ചു. എനിക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല പരിച്ഛേദനം കിട്ടിയിരിക്കുന്നത്. എനിക്ക് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും പരിച്ഛേദനമുണ്ട്. സോ ഹാവ് യു. മനസ്സിലായോ? നമ്മൾ മാനസാന്തരത്തിന് മുമ്പ് ചെവി കൊടുത്തിരുന്ന ഒരു കാര്യങ്ങൾക്കും ഇനി ചെവി കൊടുക്കരുത്. മാനസാന്തരത്തിന് മുമ്പ് നാം കണ്ടിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ കണ്ണിനെ ഇനി വിട്ടുകൊടുക്കരുത്. മാനസാന്തരത്തിന് മുമ്പ് നാം ഉപയോഗിച്ചിരുന്നത് പോലെ നമ്മുടെ നാവിനെ നാം ഉപയോഗിക്കരുത്. മാനസാന്തരത്തിന് മുമ്പ് നാം ചിന്തിച്ചിരുന്നത് പോലുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുകയും അരുത്. കാരണം നമുക്ക് ഹൃദയത്തിലൊരു പരിച്ഛേദനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമാണെന്നല്ല പൗലോസ് പറയുന്നത്. അത് നമ്മെ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുന്ന ഒരു പ്രക്രിയയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ചിട്ടാവും 8-ാം ദിവസം യഹൂദ കുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദനം കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ട് കത്തോലിക്കർ 8-ാം ദിവസം കൊണ്ടുപോയി ഈ വെള്ളം ഒഴിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഇത് അക്ഷരീകമായി നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയല്ല. ഇത് ക്രിസ്തു യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ആത്മാവിൽ അറിഞ്ഞ്
ഞാനത് വിശ്വസിച്ച് എൻ്റെ പാപങ്ങളേറ്റ് പറഞ്ഞ് ഞാൻ ശുദ്ധീകരണം നേടുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് രക്ഷ ഏറ്റുപറയുന്നതും സ്നാനപ്പെടുന്നതും. ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാൻ സ്നാനം സ്വീകരിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിന് അനുസരണം വന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്നാനപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ വിശ്വാസം ജീവനുള്ള വിശ്വാസമല്ല, ചത്ത വിശ്വാസമാണ്. അതെന്നെ രക്ഷിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ഓരോരോ സഭകൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സഭകളാരും എന്നെ ആക്കി വെച്ചിട്ടില്ല, അവരെന്നെ അഭിഷേകം ചെയ്തിട്ടില്ല, അവരുടെ ചെലവിലല്ല ഞാൻ അരി മേടിക്കുന്നതും. എന്നെ നടത്തുന്നവൻ എന്നോട് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ജലസ്നാനം ഒരു നിസ്സാരമായ കാര്യമാണെന്ന് ദയവ് ചെയ്ത് നിങ്ങളിൽ ആരും കരുതരുത്. നാം പൂർണ്ണനായ ദൈവത്തിൻ്റെ പൂർണ്ണ സത്ത ഉൾക്കൊള്ളുന്ന ക്രിസ്തുയേശുവിനോട് അനുരൂപമായി രൂപപ്പെട്ട് അവനിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ആരംഭ പ്രവർത്തനമാണ് ജലസ്നാനം. ഇതേൽക്കാൻ എനിക്ക് ദൈവം കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെൻ്റെ യോഗ്യതയല്ല. ഞാൻ ഇതിന് അനേക തവണ മത്സരിച്ച് ഉപേക്ഷിച്ച് വിട്ടതാണ്. വളരെ അതിശയകരമായിട്ടായിരുന്നു ഞാൻ സ്നാനപ്പെടണം എന്നുള്ള ഒരു കൽപ്പന തന്നെ എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ കർത്താവിൽ വിശ്വസിച്ച് സുവിശേഷ വേല കത്തോലിക്ക സഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകനായ ജോർജ് ഏട്ടനോട് സ്നാനം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, എൻ്റെ സ്നാനത്തെക്കുറിച്ച് കർത്താവ് എന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരാലോചന ചോദിക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒരു രാത്രി മുഴുവനും ഞങ്ങൾ രണ്ടുപേരും തനിച്ച് ഒരു ഹോട്ടൽ മുറിയിലായിരിക്കും. അന്ന് അവിടെ വെച്ച് ചോദിക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ അന്ന് പറശ്ശിനിക്കടവ് അടുത്ത് ജോർജ് ഏട്ടൻ്റെ ഒരു വല്യമ്മ താമസിച്ച വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് താമസിക്കേണ്ടിയിരുന്നത് എന്നതുകൊണ്ടും ആ വീട്ടിൽ അവരുടെ കുറേ ബന്ധുക്കൾ യാദൃച്ഛികമായി എത്തിയിരുന്നത് കൊണ്ടും ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വാസ്തവത്തിൽ വളരെ അസ്വസ്ഥരായിരുന്നു രണ്ടുപേരും. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രമധികം ആളുകൾ ഒരു കൊച്ചു വീട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ കാര്യം ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ജോർജ് ഏട്ടനെ തട്ടി കൊണ്ടെടുത്തിട്ട് പറഞ്ഞു, കടലാസ് എടുക്ക് എഴുതുക എന്ന് പറഞ്ഞു. പരിചയമില്ലാത്തൊരു വീട്ടിൽ എവിടെ നിന്നാണ് കടലാസ് എടുക്കുന്നത്? ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ എൻ്റെ പെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പെട്ടി എടുക്കണമെങ്കിൽ താഴ്ത്ത് കിടക്കുന്ന ജോർജ് ഏട്ടൻ എണീക്കണം. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ പെട്ടി വലിച്ചെടുത്തു. പക്ഷേ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണെന്നറിയില്ല. പുള്ളിക്കാരൻ പോയിട്ട് ചുമരും എവിടെയൊക്കെയോ പോയി തപ്പി ഒരു ലൈറ്റ് ഓണായി. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ജോർജ് ഏട്ടനിലൂടെയാണ് സംസാരിച്ചത്, ഇന്ന ദിവസം സ്നാനപ്പെടുക. ഞാൻ ഈ കൽപ്പന എഴുതി വെച്ചിട്ട് എനിക്ക് സന്ദേശം തന്ന ജോർജ് ഏട്ടൻ ചോദിക്കുകയാണ്, സ്നാനപ്പെടുക? അതെ, മാമോദീസ. അതിന് നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചവരല്ലേ? അല്ല. അപ്പം നീ പറയണത് ഈ പെന്തക്കോസുകാർ സ്നാനപ്പെടണമാതിരി സ്നാനപ്പെടണമെന്നാ? ഞാൻ പറഞ്ഞതൊക്കെ പിന്നെ സംസാരിക്കാൻ കിടന്നുറങ്ങിക്കോ. എൻ്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഞാൻ ആരോടെങ്കിലും സംശയം ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യം കേട്ട പിശാചിനും വേണമെങ്കിൽ ഒരാളിലൂടെ ഉത്തരം തരാമല്ലോ. പക്ഷെ ഞാൻ ഈ കാര്യം ഒരാളോടും ചോദിച്ചിട്ടില്ല, ഒരാളോടും ഡിസ്കസ് ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സ് വായിക്കാൻ പിശാചിന് കഴിയില്ല എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മനസ്സ് വായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. മനസ്സിലായോ? അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ സംശയവും എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്നാനത്തിനിറങ്ങി പുറപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. 47 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ ഒരു ദൈവ പൈതലായി
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവവേല ചെയ്യാൻ തുടങ്ങിയവനാണ്. എന്നാൽ 50 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത്. വാസ്തവത്തിൽ ഈ സ്നാനപ്പെട്ടതിന് ശേഷമാണ് വാസ്തവമായും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിരുന്നു. 47 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, 1994 മുതൽ 97 വരെ ഞാൻ കർത്താവിനെ തന്നെയാണ് പ്രഘോഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ എൻ്റെ പ്രസംഗങ്ങളും 97 ശേഷമുള്ള എൻ്റെ പ്രസംഗങ്ങളും രണ്ടും രണ്ടാണ്. അതിന് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം വിശ്വാസത്തെ അല്ല നോക്കുന്നത്, വിശ്വാസത്തിൻ്റെ അനുസരണത്തെയാണ്. റോമാലേഖനം വായിക്കുമ്പോൾ നിങ്ങൾ ഈ 2 മുദ്രകൾ ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ ആരംഭത്തിലും അതിൻ്റെ അവസാനത്തിലും 2 മുദ്രകൾ വെച്ചിട്ടുണ്ട്. അത് രണ്ടും പറയുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ചാണ്. അതാരെങ്കിലും ഒന്ന് സത്യവേദ പുസ്തകത്തിൽ വായിക്കണമെങ്കിൽ വലിയ അനുഗ്രഹമായിരിക്കും. റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ഒരു 4-ാമത്തെ വാക്യമൊക്കെ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയേ. 5 വായിച്ചോളൂ. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാൽ അല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിൽ അനുസരണം വരുത്തേണ്ടതിനായി കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അപ്പോൾ വിശ്വാസം 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 എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. വിശ്വാസത്തിൻ്റെ കൂടെ എന്ത് വേണം? വിശ്വാസത്തിൻ്റെ അനുസരണം. അതാണ് 1-ാമത്തെ മുദ്ര. അത് ആ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ വെച്ചിരിക്കുന്നു. ഇനി ആ പുസ്തകത്തിൻ്റെ അവസാനത്തിലുള്ള മുദ്രയും കൂടി ഒന്ന് നോക്കണം. അതിൻ്റെ 26-ാമത്തെ വാക്യമല്ലേ, ഞാൻ വായിക്കാം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ആരംഭത്തിലും അവസാനത്തിലും ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, വിശ്വാസം മാത്രം ഒരുവനെ രക്ഷിക്കുന്നില്ല. എന്താണ് രക്ഷിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അനുസരണം. ഇത് തന്നെയാണ് കർത്താവും പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചാൽ വളരെ കൃത്യമായിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം സ്നാപക യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതാണ് വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എല്ലാ പുസ്തകത്തിലും ഇല്ലേ? നോക്കിയേ, 3-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം ഇതുവരെ കിട്ടിയില്ലേ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. പക്ഷെ ആ വാക്യം അവിടെ അവസാനിക്കുന്നില്ല. അടുത്തത് പറയാണ്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ കാണുകയില്ല. അപ്പൊ പുത്രനെ വിശ്വസിക്കുന്നുണ്ട് ഒരാള്, പക്ഷെ അവൻ പുത്രനെ അനുസരിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ എന്താണ് കിട്ടാൻ പോകുന്നത്? ദൈവകോപം അവൻ്റെ മേലിരിക്കുന്നു. മനസ്സിലായോ? ഇന്ന് ഒരുപാട് ആളുകൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഈ വിശ്വസിച്ചവരൊക്കെയും ദൈവകോപത്തിനിരയായി തീരും. കാരണം എന്താണ്? വിശ്വാസത്തിൻ്റെ അനുസരണം ഇല്ല. ദൈവവചനം പറയേണ്ടത് നമ്മോട് പറഞ്ഞു കഴിഞ്ഞു.
നമ്മൾ വെള്ളത്തിലിറങ്ങി മുങ്ങുന്നത് കൊണ്ടല്ല നമ്മുടെ പാപം പോകുന്നത്. ആ വെള്ളത്തിനകത്ത് ആൻറ്റിബയോട്ടിക് ഒന്നും കലർത്തിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തമൊന്നും ആ വെള്ളത്തിലില്ല. മനസ്സിലായോ? കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് നൈമാൻ 7 പ്രാവശ്യം അതിൽ മുങ്ങിയപ്പോൾ കുഷ്ഠം മാറി. അതിൽ വല്ല ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നോ? വല്ല റിഫാംബിസിനെങ്ങാനും കലർത്തി വെച്ച വെള്ളത്തിലാണോ അവനെ കൊണ്ടുപോയി മുക്കിയത്? അല്ല. അവൻ്റെ സെൽഫിനെ, അവൻ്റെ സ്വയത്തെ കൊന്നു. അവൻ കീഴ്പ്പെട്ടു, അവൻ അനുസരിച്ചു. പ്രവാചകൻ പറഞ്ഞു 7 പ്രാവശ്യം. അവൻ 6 പ്രാവശ്യം മുങ്ങിയോണ്ട് അവന് സൗഖ്യം കിട്ടിയെന്നല്ല പറയുന്നത്, 7 പ്രാവശ്യം മുങ്ങി, അവൻ്റെ കുഷ്ഠം മാറി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജലസ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ്. അത് നീതീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചുങ്കക്കാരും സാമാന്യ ജനവും യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റ് ദൈവത്തിൻ്റെ നീതിയെ പ്രകീർത്തിച്ചു. എന്നാൽ നിയമജ്ഞരും ഫരിസേയരുമാകട്ടെ യോഹന്നാനിൽ നിന്ന് സ്നാനം ഏൽക്കാതെ അവരെ പ്രതിയുള്ള ദൈവത്തിൻ്റെ ഹിതം നിരസിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. ഈ ഒരു ഗതികേട് എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയിൽ നിന്ന് എന്തെങ്കിലും നേടാനൊരു യോഗ്യത ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങയുടെ പരിഗണനയിൽ വരാനൊരു യോഗ്യതയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാവിൽ അങ്ങയുടെ നാമമെടുക്കാനുള്ള യോഗ്യതയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും അങ്ങേക്ക് ഞങ്ങളോട് പ്രസാദം തോന്നി. അതുകൊണ്ട് അവിടുത്തെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുവാനുള്ള കൃപ തന്നു. പിതാവേ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവൻ ക്രൂശിൽ മരിച്ചതെങ്കിലും അവൻ്റെ ക്രൂശ് മരണത്തിന് ശേഷവും കോടിക്കണക്കിന് ജനങ്ങൾ അതിൽ വിശ്വസിക്കാതെ നിത്യ നരകത്തിന് അർഹരായി തീർന്നു. ഞങ്ങളും കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തിയുടെ വൃത്തികേട് കൊണ്ട് തന്നെ ഞങ്ങളും നിത്യജീവനിൽ നിന്ന് അകന്നവരായിരുന്നു. എന്നാൽ നീ ഞങ്ങളെ തേടി വന്ന് രക്ഷിച്ചു. അവിടുത്തെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാനുള്ള അവസരം അങ്ങ് ഞങ്ങൾക്ക് തന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു. സത്യവചനം മനസ്സിലാക്കുവാനുള്ള കൃപ തന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. കർത്താവെ, ഞങ്ങളെപ്പോലെ ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അനേകർ ഈ ഭൂമിയിലുണ്ടല്ലോ. അവരെയും അങ്ങ് സന്ദർശിക്കണമേ. ഞങ്ങളോട് കാണിച്ചതിനേക്കാൾ വലിയ കൃപ അവരോട് കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സന്ദേശം അനേകരിൽ എത്തിക്കാൻ വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ നടത്തുന്ന ഈ സകല പ്രയത്നങ്ങൾക്കും അങ്ങ് തന്നെ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഗ്ലോറി ജീസസ്.